ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു AS ഫിസിക്സ് അക്കാഡമി. ഇറ്റ്സ് മീ അശ്വനി. ഇന്ന് നമ്മൾ നമ്മുടെ ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെക്കുറിച്ചും അതിലുള്ള തിയറത്തിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കെല്ലാവർക്കും അറിയാം. ഇനേർഷ്യ എന്ന് പറയുന്നത് നമ്മളൊരു വർക്ക് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യുന്നു. ആ ഒരു ആക്ഷൻ ആ ഒരു ബോഡിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. എന്നാൽ അതൊരു റൊട്ടേറ്റിംഗ് ബോഡിയാണെങ്കിൽ നമുക്ക് ആ ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഇനേർഷ്യൽ പ്രോപ്പർട്ടീനെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ I എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. I മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ M എന്ന് പറയുന്ന മാസിനെയും R എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ R ഈ ആക്സിസിനും ഈ പാർട്ടിക്കിളിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ M എന്ന് പറയുന്ന മാസുള്ള ഒരു പാർട്ടിക്കിൾ R ഡിസ്റ്റൻസ് അകലെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഇവർ തമ്മിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ഈക്വൽ ടു mr² എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. പാർട്ടിക്കിൾ നമുക്ക് ഇനിയൊരു റിജിഡ് ബോഡിയുടെ കേസ് നോക്കാം. ഇതാണൊരു റിജിഡ് ബോഡി. അതിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഇത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതിൻ്റെ ഓരോന്നിൻ്റെ മാസ് ഇത് m1 m2 എക്സെട്ര mn വരെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഇതിൻ്റെ ഓരോ പാർട്ടിക്കിളും ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ദൂരം r1 r2 r3 എക്സെട്ര rn എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനും പറ്റും. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഈ ഒരു പോയിന്റിൽ നിന്നുള്ള ദൂരം r1, അടുത്തൊരു പോയിന്റിൽ നിന്നുള്ള ദൂരം r2, അങ്ങനെ എക്സെട്ര n നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ അത് rn ആയിട്ട് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? m1 r1² പ്ലസ് m2 r2² പ്ലസ് എക്സെട്ര mn rn² എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ I ഈക്വൽ ടു സിഗ്മ m I ഈക്വൽ ടു 1 to n mi ri² എന്ന രീതിയിൽ നമുക്ക് എന്ത് എഴുതാം? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡീൻ്റെ കേസ് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ഈക്വൽ ടു mk² എന്ന രീതിയിലും കൂടെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇതിൽ m എന്ന് പറയുന്നത് ഒരു റിജിഡ് ബോഡിയുടെ മാസ്സാണ്. ഓക്കെ, നമ്മളൊരു ആക്സിസ് കൺസിഡർ ചെയ്തു. അതിൽ ഈ റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൽ നിന്നും ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിന്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ തൊട്ട് ഈ ഒരു സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസിന് K എന്ന് പറയാം. K എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് ചിലതിലൊക്കെ പ്രോബ്ലത്തിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിക്കാറുണ്ട്. അതായത് √I/m എന്ന് പറയുന്ന പ്രോബ്ലം ആയിട്ട് ആ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം എല്ലാം കൃത്യമായിട്ട് എഴുതാനും പറ്റും. നമുക്ക് ഈ ചാപ്റ്ററിൽ 6 ഷേപ്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പഠിക്കാനുണ്ട്. എന്നിരുന്നാലും നമുക്ക് ആദ്യം തിയറംസ് ഓൺ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നോക്കാം. അതിൽ ആദ്യത്തെ തിയറം എന്ന് പറയുന്നത് പാരലൽ ആക്സിസ് തിയറമാണ്. ഈ തിയറത്തിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു റിജിഡ് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുക. അതിലൂടെ x എന്ന് പറയുന്ന ആക്സിസ് പാസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ റിജിഡ് ബോഡി വിത്ത് റെസ്പെക്ട് ടു ഈ ആക്സിസിൽ എന്തായിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് നോക്കാം. ഇതിൽ നമ്മൾ നോക്കേണ്ടത്, ഇത് പാരലൽ ആക്സിസ് എന്നല്ലേ പറയുന്നത്. അപ്പം ഈ ആക്സിസിന് പാരലായിട്ട് ഒരു ആക്സിസ് ഉണ്ട്. അതെന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസാണ് CM എന്ന് എഴുതാം. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A ആയിരിക്കും. ഇനി ഈ റിജിഡ് ബോഡിയെ വിത്ത് റെസ്പെക്ട് ടു ഈ ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കതിനെ IX എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു ICM പ്ലസ് സിഗ്മ m ഇൻറ്റു A². A² A എന്ന് പറയുന്നത് എന്താ? ഈ രണ്ട് ആക്സിസിൻ്റെയും ഡിസ്റ്റൻസ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് ഈ പാരലൽ ആക്സിസ് തിയറം ഇതിൻ്റെ പ്രൂഫായിട്ട് എഴുതാം. പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം
ഈ റിജിഡ് ബോഡിയുടെ എം എന്ന് പറയുന്ന ഒരു മാസ്സുള്ളൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയാണ്. അത് നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൽ നിന്നുള്ള ദൂരം എക്സ് ആയിട്ട് എടുക്കാം. ഈ രണ്ട് ആക്സിസിനും ഇടയിലുള്ള ദൂരം എ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അങ്ങനെ എടുക്കാം. ഇനി ഈ എക്സ് എന്ന് പറയുന്ന ആക്സിസും ആ ഒരു പാർട്ടിക്കിളും തമ്മിലുള്ള ദൂരം എക്സ് പ്ലസ് എ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഇനി നമ്മൾ പ്രൂഫായിട്ട് എഴുതുകയാണ് LHS ഈക്വൽ ടു IX ഈക്വൽ ടു എങ്ങനെ വരും? നമ്മൾ സാധാരണഗതിയിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? എം ഇൻറ്റു സിഗ്മ എം എന്ന് എടുക്കാം. ടോട്ടൽ ബോഡിയുടെ ആയതുകൊണ്ട് നമുക്ക് സിഗ്മ എം എന്ന് എടുക്കാം. അപ്പോൾ സിഗ്മ എം ഇൻറ്റു എന്താ, ആർ സ്ക്വയറിന് പകരം ഇവിടെ എന്താ ഉള്ളത്? എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ആയിട്ട് എടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എം ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ എന്ന് നമ്മൾ എടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എം ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എം 2a സിഗ്മ എം എക്സ് പ്ലസ് സിഗ്മ എം എ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി. ഓക്കെ, ഈ സിഗ്മ എം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആക്സിസ്, സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അത് നമ്മൾ ICM എന്നുള്ള രീതിയിൽ എഴുതി. ICM പ്ലസ് ഈ സിഗ്മ എം എ സ്ക്വയറിനെ നമ്മൾ അതേപടി എഴുതി, സിഗ്മ എം എ സ്ക്വയർ പ്ലസ്, ഇനി ഈ ടേം നോക്കിക്കേ, എന്താ 2a സിഗ്മ എം എക്സ് എന്നാണ് ഇതിന് ഈ ടേം. ഈ ടേമിൽ എം എക്സ് എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് മാസ് എന്നാണ് സാധാരണഗതിയിൽ ഫിസിക്സ് ടേമായിട്ട് അറിയപ്പെടുന്നത്. ഈ മൊമെൻ്റ് ഓഫ് മാസ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസിലാണ് വരുന്നതെങ്കിൽ, കാരണം എക്സ് സെൻറ്റർ ഓഫ് മാസിലായതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് മാസ് അറ്റ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇത് ആ ഒരു ടേം 0 ആയി, ഈ ഒരു ഇത്രയായിട്ട് വരും, വിച്ച് ഈസ് ഈക്വൽ ടു RHS എന്നുള്ള രീതിയിൽ വന്നു. അടുത്ത തിയറം നോക്കാം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഈ തിയറത്തിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷനെ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ പേന വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ ഈ പേന വെച്ച് നമ്മൾ ഇസഡ് ആക്സിസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതൊരു 2D ഇമേജ് ആയതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ ഇസഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാം. എം എന്ന് പറയുന്ന മാസുള്ള പാർട്ടിക്കിൾ 6 ഡിസ്റ്റൻസ് അകലെയാണ് ഇതിൽ ഉള്ളത്. അപ്പം ഇതിൽ നമ്മൾ എന്താ പറയുക, ഈ ഇസഡ് എന്ന് പറയുന്ന വിത്ത് റെസ്പെക്ട് ടു ഈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലെയിനിലുള്ള 2 ആക്സിസ് ഉണ്ട്, എക്സും വൈയും ആയിട്ട് നമുക്ക് എടുക്കാം. ഈ 2 ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സമ്മായിരിക്കും നമ്മുടെ IZലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ ചോദിച്ചാൽ IZ ഈക്വൽ ടു IX പ്ലസ് IY എന്നാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. ഇനി നമ്മളിതിൻ്റെ പ്രൂഫ് നോക്കുകയാണെങ്കിൽ, പ്രൂഫായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? അതിൽ ആദ്യം നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് എടുത്തു. എം എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എക്സ് ദൂരം വൈ ദൂരം എടുക്കണം. ഇത് എക്സ് ദൂരം വൈ ദൂരം എക്സ് ദൂരം എടുത്തു. ഇത് എക്സ് ആയിട്ട് വരും. അപ്പോൾ താഴത്തതും നമുക്ക് എക്സ് ആയിട്ട് തന്നെ എഴുതാം. നമ്മൾ ഈ ഒരു കുഞ്ഞു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ഹൈപ്പോട്ടനസ് തിയറം എഴുതുകയാണെങ്കിൽ R² ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുകയാണ്. നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. അപ്പോൾ സിഗ്മ 1 ഇൻറ്റു സിഗ്മ എം എന്ന് നമ്മൾ കൊടുത്താൽ നമുക്ക് എങ്ങനെ കിട്ടും? സിഗ്മ എം R² ഈക്വൽ ടു സിഗ്മ എം എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എം വൈ സ്ക്വയർ എന്നുള്ള രീതിയിൽ കിട്ടും. ഇതിൽ സിഗ്മ എം R² എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇസഡിലൂടെ ഉള്ള ആക്സിസിൻ്റെ. അപ്പോൾ IZ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. IZ ഈക്വൽ ടു ഇത് എക്സ് ദൂരമുള്ളത് IY പ്ലസ് IX എന്നുള്ള വൈ ദൂരമുള്ളതുകൊണ്ട് IX എന്നുള്ള രീതി എഴുതാം. ഇങ്ങനെയാണ് നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വരുന്നത്. അപ്പം നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എന്താ? നമ്മുടെ IZ ഈക്വൽ ടു IX പ്ലസ് IY എന്നാണ് പറയുന്നത്.
അടുത്ത് നമുക്ക് നമ്മുടെ പോർഷൻ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ പഠിച്ചത് I=mr², ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. I=σm r², സിഗ്മ എം എന്ന് പറയുന്ന ടോട്ടൽ ഒരു റിജിഡ് ബോഡിയുടെ ടോട്ടൽ മാസ് ഇൻറ്റു r², അത് റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അടുത്ത് ഐനെ mk² എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ k എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. ഇനി നമ്മൾ രണ്ട് തിയറം ആണ് പഠിച്ചത്, പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും. പാരലൽ ആക്സിസ് തിയറത്തിൽ എന്താണ് പറയുന്നത് ചോദിച്ചാൽ Ix=ICM പ്ലസ് സിഗ്മ ma². അതിൽ എ എന്ന് പറയുന്നത് രണ്ട് ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സസ് ആണ്. അടുത്ത പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് നമ്മൾ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ള ആക്സിസിന് അക്രോസ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ആ പ്ലെയിനിലുള്ള ഇസഡ് എന്ന് പറയുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ പ്ലെയിനിലുള്ള രണ്ട് ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സം ആയിരിക്കും എന്നാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഇതിലാണ് ഈ എക്സ് ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ 5 പോയിൻ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ 6 ഷേപ്സ് 6 ഷേപ്പുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിഫറെൻ്റ് ആക്സിസിൽ എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം എന്നതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.